ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഗ്രാൻഡ് മാം ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ആരെ വിശ്വസിച്ച് ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ കൊടുക്കുമെന്ന് ചോദിക്കും. അപ്പൊ തന്നെ മിങ്ങും എന്റെ അടുത്ത് തരാം, അല്ലെങ്കിൽ ഹുവാനയുടെ അടുത്താണെങ്കിൽ കൊടുക്കാം, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ നോക്കി നടത്തിക്കോളാന്ന് പറയും. ഹേയ്, നിനക്ക് ഫാമിലി എന്താണെന്ന് അറിയാൻ പാടില്ല, ഫാമിലി വേറെ ബിസിനസ് വേറെ, എന്തായാലും ഞാൻ നിങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഗ്രാൻഡ്മ നല്ല രീതിക്ക് ഒഴിഞ്ഞു മാറും. ഗ്രാൻഡ്മ, നിങ്ങൾ ഈയിടെയായിട്ട് ഒരുപാട് ക്രാബൊക്കെ കഴിക്കുന്നുണ്ട്, അതധികം കഴിച്ചാൽ ബോഡിയിൽ ഹീറ്റ് കൂടുമെന്ന് പറയും. എന്തിനാടാ ഞാനിപ്പോ എന്റെ ബോഡിയൊക്കെ ശ്രദ്ധിക്കുന്നത്? ഞാനതിന് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ, എനിക്ക് 80 വയസ്സ് കഴിഞ്ഞു, ഇനി ബോഡിയൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ്മ, ഞാനൊരു ഇൻഷുറൻസ് സജസ്റ്റ് ചെയ്യാം. ആ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡോക്ടറിനെ വിസിറ്റ് പോലും ചെയ്യാം, നല്ല ഇൻഷുറൻസ് ആണെന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കും. ആ ടൈമിനാണ് ഹുവാനയുടെ അമ്മയും ഇവര് സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നത്. എന്തോ ഗ്രാൻഡ്മേന മിങ്ങ പറ്റിക്കാൻ വന്ന പോലെ പേടിച്ച് ഓടി വന്ന് ഹുവാനയുടെ അമ്മ മിങ്ങിന്റെ തലക്കിട്ട് ഒരു അടി കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹുവാന പേടിച്ചരണ്ട് ഗ്രാൻഡ്മയുടെ റൂമിലേക്ക് ഓടി വരുവാണ്. ഗ്രാൻഡ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കൊന്നും പറ്റിയില്ല, നിന്റെ അമ്മയാണ് എന്റെ പേരക്കുട്ടിയുടെ തലക്ക് ബാഗ് വെച്ച് അടിച്ചെന്ന് പറയും. എന്ത് പേരക്കുട്ടിയോ? ഗ്രാൻഡ്മക്ക് അതിന് പേരക്കുട്ടി വേറെയുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോഴാണ് മിങ് അകത്തേക്ക് നടന്നു വരുന്നത്. അതെ, ഗ്രാൻഡ്മയുടെ പേരക്കുട്ടി ഞാനാണെന്ന് പറയും. ഇത് കാണുമ്പോൾ ഹുവാനക്ക് ഷോക്കാകും. ബോസ്, നിങ്ങളോന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേട്ട് ഹുവാനയുടെ അമ്മ ഡബിൾ മടങ്ങ് ഷോക്കാകും. എന്താണ് നീ പറയുന്നത്? ഇത് നിന്റെ ബോസ് ആണോന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ മിങ്ങും, ഹുവാനയുടെ ബോസ് ഞാനാണ്, അതേപോലെ ഗ്രാൻഡ്മയുടെ പേരക്കുട്ടിയും ഞാനാണെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന, അമ്മ ആരെയോ അടിച്ചു എന്ന് പറഞ്ഞപ്പോ വന്ന വഴി തന്നെ ഞാനൊരു ഐസ് പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്തായാലും അത് തലക്ക് വെച്ചോന്നറിയും. ആ ഓക്കെ എന്നും പറയാണ്ട് മിങ്ങും അത് വാങ്ങും. അപ്പൊ തന്നെ ഗ്രാൻഡ്മ ഹുവാനയുടെ അമ്മേനെ നോക്കും. അല്ല, നീ പെട്ടെന്ന് എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചാണ് വന്നത്, അപ്പോഴാണ് ഇൻഷുറൻസിന്റെ കാര്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അപ്പോ ഇനി അമ്മേനെ ഈ പയ്യൻ പറ്റിക്കുമോ എന്ന് പേടിച്ചാണ് ഞാൻ വന്ന് അവന്റെ തലക്കിട്ടടിച്ചത്. പിന്നെ ഒരു വിശേഷവും കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഹുവാനയുടെ മാരേജ് ആയിട്ടുണ്ട്, അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹുവാനയുടെ കൈ പൊക്കി കാണിച്ചു കൊടുക്കും. അതിലാണെങ്കിലും റിങ് കാണാനില്ല. ഇവിടെ നിന്റെ കയ്യിൽ കിടന്നേച്ച റിങ് എവിടെ പോയി എന്ന് ചോദിക്കും. അത് ഞാൻ അഴിച്ചു വെച്ചു എന്ന് ഹുവാനയും പറയും. അപ്പൊ തന്നെ ഗ്രാൻഡ്മ, അന്ന് വേറൊരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റിങ്ങിന് പോയ ആ പയ്യനാണോ എന്ന് ചോദിക്കും. അതേ ഗ്രാൻഡ്മ, ആ പയ്യൻ തന്നെയാണെന്ന് മിങ്ങും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മ, അയ്യോ അമ്മ, അത് നല്ല പയ്യനാണ്, അവന്റെ വീട്ടുകാർക്ക് ക്യാഷ് ഉണ്ട്, അതിന്റെ അഹങ്കാരമൊക്കെ അവര് കാണിക്കുന്നുണ്ട്, ഞങ്ങളെ ഭയങ്കര നല്ല രീതിയിലൊന്നും ട്രീറ്റ് ചെയ്തില്ല, എന്നാലും ആ പയ്യൻ പാവമാണ്, നല്ല ക്യാരക്ടറാണ്, ഹുവാനേന നല്ല രീതിക്ക് നോക്കുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് നിന്റെ മകൾ അവനെ കെട്ടിച്ചു കൊടുക്ക്, ഒരുപാട് സ്ത്രീധനവും കൊടുക്കുന്ന ഗ്രാൻഡ്മ പറയും. എന്തായാലും വന്ന കാര്യം കറക്റ്റ് ആയിട്ട് ഗ്രാൻഡ്മ എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെ അമ്മ ആ ഒരു കാര്യത്തിൽ പിടിച്ചു കയറും. എന്ത് ചെയ്യാനാണമ്മ, പയ്യന്റെ വീട്ടുകാർക്ക് ഒരുപാട് ക്യാഷ് ഒക്കെ ഉണ്ട്, അതിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ അവരെ ഞങ്ങളുടെ അടുത്ത് കാണിച്ചു, ഞങ്ങളെ നല്ല രീതിക്കൊന്നും ട്രീറ്റ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഹുവാനെ കെട്ടിച്ചു വിടുമ്പോ ഒരുപാട് സ്ത്രീധനം കൊടുക്കേണ്ടതുണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹുവാന ഇടക്ക് കയറും. എന്താ അമ്മ ഈ പറയുന്നത്? ഓൾറെഡി അവര് നമ്മളെ ഒരുമാതിരിയാണ് ട്രീറ്റ് ചെയ്തത്, ഇനി എനിക്ക് ഒരുപാട് സ്ത്രീധനമൊക്കെ തന്ന് കെട്ടിച്ചു വിട്ടാലും ഇതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ, അവർക്ക് ഒരിക്കലും മാറ്റമൊന്നും വരില്ല. ഗ്രാൻഡ്മ, ഒരു നിമിഷം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് പുറത്തേക്ക് നിന്നാലോ എന്നും ചോദിച്ച് രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകും. ആ ടൈമിന് ഹുവാനയുടെ അമ്മ, സോറി മോനെ, എനിക്ക് നീ ആരാണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല ആന്റി എന്ന് മിങ്ങും പറയും. ആ ടൈമിന് ഗ്രാൻഡ്മ, എന്താടി, എന്താ പ്രോബ്ലം, നിനക്ക് ആ പയ്യെ ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കറിയില്ല ഗ്രാൻഡ്മ, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയും. എന്തായാലും നീ സങ്കടപ്പെടേണ്ട, മാരേജ് ചെയ്താലും ചെയ്തില്ലേലും ഒരു പ്രോബ്ലം ഇല്ല, നിനക്ക് തോന്നുമ്പോ നീ മാരേജ് ചെയ്താല് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുമ്പോ മാത്രം നീ മാരേജ് ചെയ്താൽ മതി. എന്തായാലും ഈ ബ്രേസ്ലെറ്റ് നീ എടുത്തോ, ഞാൻ ജനിച്ചപ്പോ എന്റെ അമ്മ എനിക്കായിട്ട് തന്നതാണ്, ഒരുപാട് കഷ്ടങ്ങള് ഇതിലൂടെ എനിക്ക് മറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, നിനക്കും അതേപോലെ തന്നെ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മ ആ ചെയിൻ ഹുവാനയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും. അതേ ടൈം ഹുവാനയുടെ അമ്മ വേസ്റ്റ് ഒക്കെ പുറത്ത് കളയാനായിട്ട് പോകും. പുറകെ തന്നെ നമ്മുടെ മിങ്ങും വെച്ച് പിടിച്ചിട്ട് ഹുവാനയുടെ അമ്മനെ പിടിച്ചു നിർത്തി, ഞാനേ ഗ്രാൻഡ്മയുടെ സ്വന്തം പേരക്കുട്ടിയാണ്, അതും രക്തബന്ധം എന്ന് പറയും. രക്തബന്ധം ഉണ്ടായിട്ട് എന്താ കാര്യം? ഹുവാനയാണ് ഗ്രാൻഡ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ഗ്രാൻഡ് ചൈൽഡ്, അത് നിനക്കറിയാമോ? നീ പണ്ടെങ്ങോണ്ടോ ഗ്രാൻഡ്മേനെ വിട്ടിട്ട് പോയതല്ലേ, അല്ല ഇപ്പൊ എന്തിനാ നീ തിരിച്ചു വന്നത്? ഗ്രാൻഡ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനായിട്ടാണോ? ദേ, ഗ്രാൻഡ്മയുടെ കയ്യിൽ ഒന്നുമില്ല, നീ അതാദ്യം മനസ്സിലാക്ക്, എന്നിട്ടേ പോവാൻ നോക്കെന്ന് പറയും. ഇത് കേൾക്കുമ്പോ മിങ്ങിന് കൺഫ്യൂഷൻ
കൺഫ്യൂഷൻ ആകും. അപ്പോ ഗ്രാൻഡ്മയുടെ ഒറിജിനൽ ആസ്തി ഇവർക്ക് എത്രയാണെന്ന് അറിയില്ലല്ലേ എന്ന് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. അപ്പൊ വീണ്ടും ഹുവാനയുടെ അമ്മ, അല്ല മോനെ, നിനക്ക് എത്ര വയസ്സായി? നീ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടോ? നിന്നെ കണ്ടിട്ടേ ഹുവാനയുടെ ബോസ് ആയിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. അല്ല, ഇപ്പൊ എന്തിനാണ് എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഹുവാനക്ക് വേണ്ടിയിട്ട് എന്നെ ആലോചിക്കാനാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്റെ മകൾക്ക് നല്ല ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും നീ അത് വേണ്ട, നീ സൂട്ടാവില്ല എന്നും പറഞ്ഞ് അമ്മ നടന്നു പോകും. അപ്പൊ തന്നെ ഹുവാനയും പിടിച്ചു നിർത്തി, അമ്മ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്തൊക്കെ വന്നാലും അയാൾ എന്റെ ബോസാണ്. ബോസിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ച എന്റെ ജോലി പോകുമെന്ന് അറിയും. അങ്ങനെ ഹുവാനയും അമ്മയും കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലും. വീട്ടിലാണെങ്കിലും അച്ഛനുണ്ട്. അച്ഛനെ കാണുമ്പോ തന്നെ, അച്ഛൻ ഞാനിന്ന് ഗ്രാൻഡ്മനെ കാണാനായിട്ട് പോയി എന്ന് പറയും. ആണോ മോളെ, അമ്മക്ക് ഇപ്പൊ ഓക്കെ ആണോ എന്ന് ചോദിക്കും. ആ അച്ഛാ, ഗ്രാൻഡ്മ ഓക്കെ ആന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മ ഹുവാനയുടെ കയ്യിലേക്ക് പിടിക്കും. ദേ, നിങ്ങൾ ഇത് കണ്ടോ? എന്റെ അമ്മയമ്മ ഹുവാനക്ക് ഒരു ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. കണ്ടിട്ട് തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഹുവാനയുടെ മാരേജ് കഴിഞ്ഞ് പോകുമ്പോ ഇത് സ്ത്രീധനമായിട്ട് കൊടുക്കാന്ന് പറയും. എന്താ അമ്മായി പറയുന്നത്? ഗ്രാൻഡ്മയുടെ ഒക്കെ പരമ്പരയായിട്ട് കൈമാറി വരുന്ന ചെയിനാണ്. അപ്പോ ഇത് സ്ത്രീധനമായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹുവാന അകത്തേക്ക് പോകും. അതേ ടൈം മിങ്ങും ഗ്രാൻഡ്മയും കൂടി പുറത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എത്ര നാളാണ് ഗ്രാൻഡ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്ത് തരാം. അതിന് താല്പര്യമില്ലെങ്കിൽ ഞാനൊരു പ്ലേസ് പറഞ്ഞു തരാം, അവിടെ ചെന്ന് താമസിക്ക്. അതിന്റെ കൂടെ ദേ ഈ കാർഡും കൂടി വെച്ചോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാമല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. വേണ്ട മോനെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോ ഓക്കെയാണ്. ഇവിടെ ഞാൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതുമല്ലാണ്ട് ഹുവാന എന്നെ നന്നായിട്ട് നോക്കും. പിന്നെ ഹുവാന നിന്റെ കൂടെ അല്ലേ വർക്ക് ചെയ്യുന്നത്? അവൾ എങ്ങനെയാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഗ്രാൻഡ്മ, ഹുവാന നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. അതുമല്ലാണ്ട് ഗ്രാൻഡ്മ പറഞ്ഞ പോലെ തന്നെ അവളെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് പറയും. എന്തായാലും നീ എന്റെ അടുത്ത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിട്ടാണെന്ന് എനിക്കറിയാം. നീ എന്തായാലും ഹുവാനനെ നല്ല രീതിക്ക് നോക്കിക്കഴിഞ്ഞാല് നീ ആഗ്രഹിക്കുന്ന സാധനം നിന്റെ കൈകളിലേക്ക് എത്താനായിട്ടുള്ള ഒരുപാട് ചാൻസ് ഉണ്ടെന്ന് പറയും. ഗ്രാൻഡ്മ, ഞാൻ നിങ്ങളെ കാണാനായിട്ട് വരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്നും പറഞ്ഞ് മിങ്ങൊന്ന് ഹാൻഡിൽ ചെയ്യും. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് ഗ്രാൻഡ്മയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹുവാന വർക്കിനായിട്ട് വരും. ആ ടൈമിന് ഫ്രണ്ടും വന്ന് നിന്ന്, ദേ ഈ ഒരു ഫയല് മിങ് സാറിനെ കാണിക്കേണ്ടതാണ്. അല്ല, എപ്പോഴാണ് നിന്റെ മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ താഴെ എന്തോ പ്രോബ്ലം നടക്കുന്നുണ്ടെന്ന് ഹുവാനക്ക് മനസ്സിലാകും. അങ്ങനെ ഹുവാന നേരെ താഴേക്ക് ചെല്ലും. അവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടി ഏതോ ഒരു ആപ്പ് വഴി ഇവരുടെ ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്തു. പക്ഷേ ഇവിടെ വരുമ്പോ റൂം ബുക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ ഒച്ച വെക്കാനായിട്ട് തുടങ്ങും. അതുമല്ലാണ്ട് ഫോൺ എടുത്ത് എല്ലാവരെയും വീഡിയോ ഒക്കെ എടുത്ത്, ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങളെ എല്ലാരും നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ്. ആ ടൈമിന് ഹുവാന അടുത്തേക്ക് വരും. മാഡം, നിങ്ങളിപ്പോ എയർപോർട്ടിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങളുടെ ബാഗിലുള്ള ടാഗ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതുമല്ലാണ്ട് നിങ്ങളിപ്പോ ഹീൽസിന്റെ പുറത്താണ് നിൽക്കുന്നത്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം കയറും. അതൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും നമുക്കൊന്ന് കൂളായിട്ട് സംസാരിക്കാം. ഒന്ന് മാറി നിന്ന് സംസാരിച്ചാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഓക്കെ, ഞാൻ സംസാരിക്കും. എന്നാലും നിന്റെ വീഡിയോ ഞാൻ എടുക്കുമെന്നും പറഞ്ഞ് ഹുവാനയുടെ വീഡിയോയും കൂടി ആ പെൺകുട്ടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ എന്താ പ്രോബ്ലം? റൂമില്ല എന്നുള്ളതല്ലേ? ആ ഒരു പ്രോബ്ലം ഞാനിപ്പോ തന്നെ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് നേരെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് വരും. അവരാണെങ്കിലോ ഇവിടെ ഒരു റൂം പോലും കാലിയായിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന തിരിഞ്ഞു നോക്കും. അവിടെയാണെങ്കിലും മിങ്ങ് നിൽക്കുന്നുണ്ട്. വേഗം മിങ്ങിന്റെ അടുത്തേക്ക് ചെന്ന്, നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്യൂട്ട് റൂം ആ പെൺകുട്ടിക്ക് ഒരു ദിവസത്തേക്ക് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഓക്കെ, എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്നും പറഞ്ഞ് മിങ് അപ്പൊ തന്നെ ആ കീ എടുത്തു കൊടുക്കും. അങ്ങനെ ആ കീയുമായിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. എന്തായാലും നിങ്ങളുടെ പ്രോബ്ലം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ റൂം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ പെൺകുട്ടിനെയും കൂട്ടി മുകളിലേക്ക് പോകും. ആ പെൺകുട്ടിക്കും ഹുവാനയുടെ സർവീസ് ഒക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരി നേരെ അവളുടെ ഫ്ലോറിലേക്ക് ചെല്ലും. ആ ടൈമിന് ടിഎൽ വന്ന്, താഴെ എന്തോ ഒരു വലിയ പ്രോബ്ലം ഒക്കെ നടന്ന് അത് നീ സോൾവ് ചെയ്തു എന്ന് അറിഞ്ഞല്ലോ, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, ഇങ്ങനെ വേണം വർക്ക് ചെയ്യാനെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും, സാർ നമ്മുടെ ഹോട്ടലിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രോബ്ലവും സംഭവിച്ചിട്ടില്ല. ആ ഒരു ആപ്പിലാണ് അപ്പോൾ പ്രോബ്ലം ഉള്ളത്. നമുക്ക് അവിടെ ചെന്നൊന്ന് സംസാരിച്ച് അതൊന്ന് നേരെയാക്കാന്ന് പറയും. അപ്പൊ തന്നെ ടിഎല്ലും, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും നമ്മുടെ ഏരിയ അല്ലാന്ന് പറയും. ഇത് കേട്ടുകൊണ്ടാണ് മിങ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണപ്പോ നിങ്ങളുടെ ഏരിയ? സർവീസ് ചെയ്യുക എന്ന് മാത്രം ഉള്ളതല്ല, നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നടക്കുന്നുണ്ടോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും നോക്കണോന്ന് പറഞ്ഞ് ഇയാളെ ഒന്ന് ഉപദേശിക്കും. ആ ടൈമിന് ഹുവാനയും, കറക്റ്റ് ടൈമിന് സാറിന്റെ റൂം ആ പെൺകുട്ടിക്കായിട്ട് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വലുതാവാണ്ട് പോയത്. അതിനായിട്ട് എന്തായാലും നിങ്ങൾക്കൊരു ട്രീറ്റ് തരണം. നമുക്ക് അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഗ്രാൻഡ്മ ഓൾറെഡി ഹുവാനനെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാണ്ടിരുന്നിട്ടും ഹുവാനയുടെ കൂടെ പോകും. അങ്ങനെ കോഫിയും ഹുവാന വാങ്ങിക്കൊടുക്കും. മിങ്ങാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലിരിക്കുവാണ്. ഇത് കാണുമ്പോൾ ഹുവാനയും, നിങ്ങൾക്ക് എന്തു പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇവിടെയുള്ള കോഫി നല്ല ടേസ്റ്റ് ആണ്, വിശ്വസിച്ച് കുടിക്കാന്ന് പറയും. എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്നും പറഞ്ഞ് മിങ്ങും ആ കോഫി എടുത്ത് കുടിക്കും. അല്ല ഹുവാന,
ഹുവാന, നീ ഇടയ്ക്കിടയ്ക്ക് ഗ്രാൻഡ്മനെ കാണാനായിട്ട് പോവാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. കുഞ്ഞുനാൾ മുതലേ തന്നെ ഞാൻ അവിടെ നിന്നാണ് വളർന്നിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് ഗ്രാൻഡ്മയാണ് എന്നെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രാൻഡ്മേനെ ഒരുപാട് ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടെന്ന് പറയും. അപ്പോ ഗ്രാൻഡ്മ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഷിംഗ്ലി ഹോട്ടലില്ലേ, ആ ഹോട്ടലിലേക്കും നീ പോയിട്ടുണ്ടോ എന്ന് എന്നെ ചോദിക്കും. ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളെ പറ്റി ഗ്രാൻഡ്മ പറയാറുണ്ട്, അമേരിക്കയിലേക്ക് പേരക്കുട്ടി പോയ കാര്യമൊക്കെ. അങ്ങനെ പോയതിനു ശേഷം ഒരു തവണ പോലും നിങ്ങളാരും ഗ്രാൻഡ്മേനെ വന്ന് മീറ്റ് ചെയ്തില്ലല്ലോ, അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. അത് ഗ്രാൻഡ്പേനെ ഡിവോഴ്സ് ചെയ്ത് പോയതിനു ശേഷം ഗ്രാൻഡ്മേനെ കുറിച്ച് ഒന്നും തന്നെ പറയാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അതാണ് അധികം മീറ്റപ്പ് ഒന്നും നടക്കാണ്ടിരുന്നത്. ആ ടൈമിന് ഞാൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് എനിക്കും ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിച്ചില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയും. അങ്ങനെയാണോ കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് ഹുവാനയും ഇരുന്ന് കോഫി കുടിക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം ഹുവാനയുടെ അമ്മ 2 കിറ്റുമായി വന്ന് ഉറങ്ങിക്കിടന്ന അച്ഛനെ ചവിട്ടി എഴുന്നേൽപ്പിക്കും. എന്താ നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? നമ്മുടെ മകളുടെ മാരേജിനെ പറ്റി സംസാരിക്കണ്ടേ? ഒന്നാമതേ ആ മീറ്റിങ്ങിന് ലിയാങ്ങിന്റെ ഫാദർ വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഗിഫ്റ്റുമായിട്ട് ലിയാങ്ങിന്റെ ഫാദറിന്റെ ഓഫീസിലേക്ക് ചെല്ല്. എന്നിട്ടേ മാരേജിനെ പറ്റി സംസാരിച്ച് എല്ലാം ഉറപ്പിച്ചുകൊണ്ട് വാന്നും പറഞ്ഞ് അച്ഛനെ നിർബന്ധിച്ച് ലിയാങ്ങിന്റെ ഫാദറിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിടും. അവിടെ ചെന്ന് ലിയാങ്ങിന്റെ ഫാദറിനെ കാണണമെന്ന് പറയുന്നുണ്ടെങ്കിലും റിസപ്ഷനിസ്റ്റ് സമ്മതിക്കുന്നില്ല. അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ല, എനിക്കിപ്പോ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അച്ഛനും വാശി പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ലിയാങ്ങിന്റെ ഫാദറും സെക്രട്ടറിയും കൂടി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരും. അയ്യോ, നിങ്ങളല്ലേ ലിയാങ്ങിന്റെ ഫാദർ? ഞാൻ ഹുവാനയുടെ ഫാദർ ആണെന്ന് പറയും. അപ്പോഴും പുള്ളിക്കാരന് ഇതാരാണെന്ന് മനസ്സിലാവില്ല. അപ്പൊ തന്നെ അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ലിയാങ്ങില്ലേ നിങ്ങളുടെ മകൻ ലവ് ചെയ്യുന്ന ഹുവാനയുടെ ഫാദറാണ് ഞാൻ. നിങ്ങൾ എന്തായാലും ഒരു ബിസിനസ് മീറ്റിങ്ങിനായിട്ട് പോവല്ലേ? ഞാനില്ലേ ആ മിങ്ങിന്റെ കൂടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുവാണ്. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ ഒരു സമയത്തിൽ നമുക്ക് സംസാരിക്കാമല്ലോ എന്നിങ്ങനെ പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാന്നും പറഞ്ഞ് ലിയാങ്ങിന്റെ ഫാദറും സെക്രട്ടറിയും കാറിലേക്ക് കയറിയിരിക്കും. അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോ ഹുവാനയുടെ അച്ഛനും സംസാരിക്കാനായിട്ട് തുടങ്ങും. ഞാനുണ്ടല്ലോ ഷാന മാഡത്തിന്റെ ഡ്രൈവർ ആയിരുന്നു ആദ്യമൊക്കെ, പിന്നെ എന്നെ വിശ്വസിച്ചാണ് മിങ് സാറിന്റെ പേഴ്സണൽ ഡ്രൈവർ ആക്കി മാറ്റിയത്. അതുമല്ലാണ്ട് മിങ് സാറ് ഞങ്ങളുടെ റിലേറ്റീവും കൂടിയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിന്റെ ഫാദർ ഒന്ന് ഷോക്കാകും. എന്തൊക്കെയോ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അമ്മേനെ കാണുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കും. ഇന്നുണ്ടല്ലോ ഹുവാനയുടെ അച്ഛൻ എന്നെ കാണാനായിട്ട് വന്നിരുന്നു. അവരെ നിസ്സാരക്കാരൊന്നുമല്ല, മിങ്ങിന്റെ റിലേറ്റീവ്സ് ആണ്. അവരടുത്ത ബന്ധുക്കളാണെന്ന് തോന്നുന്നുണ്ട്. മിങ് മനസ്സ് വെച്ചാലേ നമ്മുടെ ബിസിനസ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അവനെങ്ങാനും നമ്മുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്താല് ഒരുപാട് ലോസ് നമ്മുടെ കമ്പനിക്ക് വരും. മിങ്ങിനും ഹുവാനയുടെ ഫാമിലിക്കും അടുത്ത ബന്ധമാണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു മാരേജ് മുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എങ്ങനെയെങ്കിലും നീ ഒരു പണി ചെയ്, ഈ കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കെന്ന് പറയും. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്തും ചെയ്യാന്നും പറഞ്ഞ് ലിയാങ്ങിന്റെ അമ്മയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ആ ടൈമിനാണ് സെക്രട്ടറിയുടെ അടുത്ത് നിന്നും മെസ്സേജ് വരുന്നത്. നിങ്ങൾ വീട്ടിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ആണ്. ഇത് കാണുമ്പോൾ പുള്ളിക്കാരൻ ടെൻഷനായിട്ട് തിരിച്ചൊരു വോയിസ് മെസ്സേജ് അയക്കും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലേക്ക് വന്നതിന് ശേഷം മെസ്സേജ് ഒന്നും അഴക്കാൻ പാടില്ല എന്ന്, ഇനി ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജും കൂടി ഡിലീറ്റ് ചെയ്ത് കളയും. അതേ ടൈം ഷാവിനെ കാണിക്കാണ്. ഷാവിന് പുതിയൊരു കമ്പനിയിൽ ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നേരെ ആ ഒരു കമ്പനിയിലേക്ക് ചെല്ലും. ഇവന്റെ ഹെഡ് ആണെങ്കിലോ നിന്റെ റെസ്യൂം ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവന്റെ റെസ്യൂം എടുത്ത് നോക്കും. എന്താണിത്, ഇത്രയ്ക്കും തല്ലിപ്പൊളി കോളേജിൽ പഠിച്ചിട്ട് നമ്മുടെ ഇവിടെ ജോലിക്ക് കയറ്റിയോ? അപ്പോ നമ്മുടെ കമ്പനി അത്രയ്ക്കും ലോ ലെവലിലായോ എന്നും പറഞ്ഞ് നമ്മുടെ ഷാവിനെ ഒന്ന് കളിയാക്കും. ഷാവിന് ഇത് ഉള്ളിൽ നന്നായിട്ട് കൊള്ളുന്നുണ്ടെങ്കിലും പുറത്ത് കാണിക്കാണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ വർക്കിനായിട്ട് ചെന്നിരിക്കും. അതേ ടൈം ലിയാങ്ങിന്റെ അമ്മേനെ കാണിക്കാണ്. കമ്പനിക്ക് ഒരു കഷ്ടം എന്ന് പറഞ്ഞാല് പുള്ളിക്കാരി പുറത്തിറങ്ങിയാലേ പറ്റുള്ളൂ. അങ്ങനെ ഹുവാനയൊക്കെ താമസിക്കുന്ന ആ സ്ട്രീറ്റിന് വെളിയിൽ കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിനാണ് ഹുവാനയുടെ അമ്മയും മാർക്കറ്റിലേക്ക് പോവാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ലിയാങ്ങിന്റെ അമ്മയും ഹുവാനയുടെ അമ്മയുടെ പുറകെ വെച്ച് പിടിക്കും. എന്തോ ഇവരെ കാണാത്ത പോലെ കാഷ്വലായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ വന്നേക്കുന്ന പോലെ ഹുവാനയുടെ അമ്മയുടെ ഫ്രണ്ടിൽ കിടന്ന് ആക്ട് ചെയ്യും. ഹുവാനയുടെ അമ്മയും ഇവരെ കണ്ട് അയ്യോ നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കും. അയ്യോ ഞാൻ ഒരു ചില്ലി സോസ് ഉണ്ടാക്കണമായിരുന്നു, അതിനുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങാനായിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ആ സോസ് ഉണ്ടാക്കാനായിട്ട് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പഠിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ ഹുവാനയുടെ വീട്ടിലേക്ക് പുള്ളിക്കാരി കയറി പറ്റും.
ഹുവാനയുടെ അമ്മ ലിയാങ്ങിന്റെ അമ്മയുടെ അടുത്ത് അത്രക്ക് നല്ല രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നത്. എന്നാലും ലിയാങ്ങിന്റെ അമ്മ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മേനെ ഐസ് വെക്കാനായിട്ട് തുടങ്ങും. എന്തൊരു ഭംഗിയുള്ള വീടാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ലിയാന അത്രയ്ക്കും നല്ലൊരു മനസ്സുള്ളവളായത്. എന്റെ മകനെ കണ്ടില്ലേ, അവന് താമസിക്കാനായിട്ട് വലിയൊരു ബംഗ്ലാവ് ഉണ്ടെങ്കിലും ആരുമായിട്ടും വലിയ ബന്ധമൊന്നും ഇല്ലാണ്ടാണ് വളർന്നത്. അവൻ ഒറ്റക്കായിരിക്കും എപ്പോഴും റൂമില്. പാവമാണ് അവനെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹുവാനയുടെ അമ്മ ഫ്ലാറ്റ് ആകും. അയ്യോ, നമ്മളെ പറ്റി നല്ല വിധമായിട്ടുള്ള സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചില്ലി സോസ് കുക്ക് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യണം, ഷ്രിമ്പ് കുക്ക് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യണം, ഇത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അവരാണെങ്കിൽ അയ്യോ മണമൊന്നും സഹിക്കാനേ പറ്റുന്നില്ല, ഇത്രയും ചെറിയ വീട്ടിലേക്ക് വന്നിരിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലോ എന്നും പറഞ്ഞ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അമ്മയാണെങ്കിലോ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കും. പക്ഷെ അവരാണെങ്കിലോ ഒരു സിപ്പ് പോലും എടുക്കാണ്ട് കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അതിനിടയിൽ ഹുവാനയുടെ അമ്മയും അല്ല നിങ്ങൾ എന്തിനാണ് ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, ഞാനൊരു കാര്യം കേട്ടായിരുന്നു, മിങ് നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന്, എന്താ സത്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ അതെ, അവൻ ഞങ്ങളുടെ റിലേറ്റീവ് ആണ്. കാണാൻ ഇച്ചിരി മുരടനാണെങ്കിലും ഉള്ളിൽ പഞ്ചപാവമാണ്. അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് കുറച്ച് സീനൊക്കെ നമ്മുടെ ഹുവാനയുടെ അമ്മയിടും. ഓ അങ്ങനെയാണോ കാര്യങ്ങള്? മിങ്ങിന്റെ കമ്പനിയുമായിട്ട് ഞങ്ങളുടെ കമ്പനി ഒരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. ആ കോൺട്രാക്ട് കിട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ കമ്പനിയുടെ ഫ്യൂച്ചറും നന്നായിരിക്കുള്ളൂ. ഞങ്ങളുടെ കമ്പനിയുടെ ഫ്യൂച്ചർ നന്നായാലല്ലേ ഹുവാന അവിടെ വന്ന് താമസിക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചറും നന്നായിരിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് ലിയാങ്ങിന്റെ അമ്മയാണെങ്കിൽ ചെറിയ രീതിയിൽ വിറ്റിട്ട് കൊടുത്തോണ്ടിരിക്കും. ഹുവാനയുടെ അമ്മയാണെങ്കിലും അതിൽ വീഴുകയും ചെയ്യും. ശരിയാണല്ലോ നിങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞിരിക്കും. അപ്പൊ തന്നെ ലിയാങ്ങിന്റെ അമ്മ അയ്യോ, ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു മിനിറ്റ് ഇരിക്കെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ബാഗിൽ എന്തോ തിരഞ്ഞോണ്ടിരിക്കും. ഇവരെന്താണ് ഈ തിരയുന്നതെന്നും പറഞ്ഞ് ഹുവാനയുടെ അമ്മയും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.